ഊബറിൽ ഒരു ഓട്ടം പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴ് ബാഗ് വണ്ടിയിരുന്നു. ബാഗ് അവര് വണ്ടി എടുക്കുന്നവരെ സാറേന്ന് വിളിക്കും. അത് കഴിയുമ്പോ അവരെ സ്വഭാവം മാറും. സമയമായി പോയെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഇറങ്ങുമ്പോ ഇവര് നെഗറ്റീവ് റിവ്യൂ ഇടും. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? എന്റെ പേര് സുജൻ. എത്ര വർഷം ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട്? സിറ്റിക്കത് 8-10 വർഷമായി. 8-10 വർഷമായി. അതിന് മുമ്പോ നാട്ടും പുറത്തായിരുന്നു. എവിടെയായിരുന്നു വീട്? എവിടെയാ? പെരിങ്ങമല. കണിയപുരം? പെരിങ്ങമല നമ്മുടെ പള്ളിച്ചൽ. ശരി. ഇത് പിന്നെ ഇപ്പൊ എത്ര വർഷമാവും ഓട്ടോ ഫീൽഡിൽ ഇറങ്ങിയിട്ട്? 35 വർഷമാവും. 15 35 വർഷം കൊണ്ട് ഓട്ടോറിക്ഷ തന്നെയാണ്. ശരി. അപ്പൊ അന്നത്തെ ഓട്ടോറിക്ഷ ഇന്നല്ലേ? അന്ന് പെട്രോൾ മാത്രം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഡീസല്, CNG. ഇതിപ്പോ CNG ആണോ? CNG. ലാഭമാണോ അത്? ലാഭമാണ്, മെയിൻ്റെനൻസ് കൂടുതലാണ്. അപ്പൊ ഇത് അതായത് യൂബറല്ലേ ഇപ്പൊ ഓടുന്ന? യൂബർ ആണല്ലേ? അപ്പൊ ഇങ്ങനെ യൂബർ ഓടുന്നതിന് ലാഭമാണ്. ഞങ്ങള് യാത്രക്കാർക്ക് ലാഭമാണ്. ഊബർ കണ്ടിന്യൂ ഊബർ മാത്രം ഓടുകയാണെങ്കിൽ ഓട്ടം കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് മീറ്റർ പ്രവർത്തിപ്പിക്കാൻ പലരും തയ്യാറാകുന്നില്ല? അതെന്തുകൊണ്ടാണ്? അത് ഏത് ഫീൽഡിലും കുറച്ച് ആൾക്കാരുണ്ടല്ലോ, മീറ്റർ അവരെ തോന്നുന്ന പോലെ വാങ്ങിക്കും. ചേട്ടൻ എന്തായാലും മീറ്റർ ഇട്ടേ വേണ്ടി ഓടുള്ളൂ? ഞാൻ വെളിയിൽ ഓട്ടം പോയി കഴിഞ്ഞാൽ മീറ്റർ ഇട്ടേ പോകും. അല്ല, അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീറ്റർ ഇടരുതെന്ന് ഇട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. അതിപ്പോ ഒരാൾ ചെയ്യുന്നതിന് എല്ലാവരും കൂടെ ബാധിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ചെയ്താൽ പരാതി കൊടുക്കാമല്ലോ. പരാതിയാന്നും പോകാൻ ദൂരെ സ്ഥലത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാര് അതിനൊക്കെ പോകാൻ മെനക്കെടില്ലല്ലോ. ഒരു പരാതി ഒരു 10, 30, 40 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരും പോകാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഇവിടെ എത്ര ഓട്ടോറിക്ഷകളുണ്ട് ഇവിടെ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ? അറിയാമോ? ഓട്ടോറിക്ഷ കറക്റ്റ് ആണോന്ന് പറഞ്ഞുകൂടെ. സംഘടനകളുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഒരു സംഘടനയിലില്ല. ഇല്ല. അങ്ങനെ ഓടാൻ പറ്റുമോ? സംഘടനയിൽ പ്രവർത്തിക്കാതെ ഓടാൻ പറ്റുമോ? നമ്മൾ സ്വതന്ത്ര ഓട്ടോറിക്ഷ യൂണിയൻ ഉണ്ട് നമ്മുടെ സ്റ്റാൻഡില്. സ്വതന്ത്ര ഓട്ടോറിക്ഷ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ആൾക്കാരല്ലേ? ഇല്ലാത്ത നമുക്ക് പലർക്കും രാഷ്ട്രീയമുണ്ട്, പക്ഷെ അവിടെ ഓടുന്ന ഞങ്ങൾക്ക് ഇല്ല, രാഷ്ട്രീയമില്ല. അപ്പൊ അതില് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവര് അതിന്റെ ആൾക്കാരെല്ലാവരും ഇടപെടാറുണ്ടോ? നമ്മുടെ സ്റ്റാൻഡിൽ എന്താ ആവശ്യം നമ്മളുള്ള ആള് ഇടപെടും. സിറ്റിയിൽ ഓടുന്നതിന് പെർമിറ്റ് ഉണ്ടോ? അങ്ങനെയാണ് അതിന്റെ കാര്യം? പെർമിറ്റ് ഇപ്പൊ എല്ലാ വണ്ടിക്കും ഓടാം. ഏത് വണ്ടിക്ക് വേണം ഓടാന്നുള്ളതാണ്? ഏത് വണ്ടിക്ക് ഓടാം. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണ് ഇപ്പൊ എല്ലാ വണ്ടിയും ഓടുന്നത് ഇവിടെ. ആൾ കേരള പെർമിറ്റ് കൊടുത്തപ്പോൾ ഓൾ കേരള പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഓടാന്നാണ് എല്ലാവരും വന്ന് ഓടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇതിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് വ്യാപകമായിട്ടുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാലേ ഡ്രൈവിംഗ് മര്യാദകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അതിനിടയ്ക്ക് കൂടെ കയറി പോകുന്നു, അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ തോന്നിയിട്ടുണ്ട്? ചില സമയം അത്യാവശ്യം ചില ഓട്ടങ്ങളൊക്കെ പോകുമ്പോ അങ്ങനെ യാത്രക്കാര് ബുദ്ധിമുട്ടിക്കും അല്ലേ? യാത്രക്കാർ ചില അത്യാവശ്യം കാണുമെന്ന് പറയുമ്പോ പോകും. എന്നും പറഞ്ഞാൽ അപകടമായ രീതിയിൽ പോകില്ല. അപ്പൊ ഈ CNG-ലോട്ട് മാറിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇതിപ്പോ എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷമായി. അപ്പൊ അത് നമുക്ക് സിറ്റിയിൽ എവിടെ വേണമെങ്കിലും ഓടാം അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഓട്ടം കുറവാണ്? എല്ലായിടവും പൊതുവെ ഓട്ടം കുറവാണ്. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് 35 വർഷത്തോളം ആയല്ലോ. പണ്ടൊക്കെ വീടുകളിലൊന്നും വാഹനങ്ങളില്ലായിരുന്നു അല്ലേ? അല്ല, വണ്ടികൾ. ഇന്നിപ്പോ കാറും ബൈക്കും ഇല്ലാത്ത വീടുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓട്ടം കുറഞ്ഞു. പൊതുവെ ഓട്ടം കുറവാണ്, വണ്ടി കൂടുതലാണ്. ആവറേജ് ഒരു ദിവസം എത്ര രൂപയ്ക്ക് ഓടാൻ പറ്റും? ഓരോ ദിവസം ചിലപ്പോ 500 രൂപയ്ക്ക് ഓടും, ചിലപ്പോ 1000 രൂപയ്ക്ക് ഓടും, ചിലപ്പോ അതിൽ കൂടുതലോടും. ഓരോ ദിവസം ഇതുപോലെ. ഇപ്പോഴാണ് ഇത്രയും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വന്നത്. അപ്പൊ അതിനു മുമ്പൊക്കെ ഈ രാത്രി ആ സമയത്തൊക്കെ ഓട്ടങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മള് രാത്രി അങ്ങനെ ഓടാറില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഊബർ ഓടുമ്പോ കഴിയുന്ന ഊബറാണ് ഓടുന്നത്. അവര് പലരും പല കമന്റുകളും ഇടും. അവര് പറയുന്ന സ്ഥലത്തിനേക്കാളും വേറെ തിരിഞ്ഞ് എവിടെയെങ്കിലും പോകുമ്പോ നമ്മള് പറഞ്ഞ അല്ലെങ്കിൽ ഒരു
5-6 അടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 4-5 കടയിൽ കയറുമ്പോൾ നമ്മൾ പറയും ഒരുപാട് സമയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് 4-5 കടയിൽ കയറണമെങ്കിൽ സമയം അത്രയും പോകുമ്പോൾ ഒരു വെയിറ്റിംഗ് ചാർജ് ചോദിച്ചൂടെ? അല്ല, നമുക്ക് യൂബറിൽ വെയിറ്റിംഗ് ചാർജ് ഇല്ല. യൂബറിന് വെയിറ്റിംഗ് ചാർജ് ഇല്ലോ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമയമായി പോയെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഇറങ്ങുമ്പോൾ ഇവര് നെഗറ്റീവ് റിവ്യൂ ഇടും. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ചിലർ ഇത് ശീലമാക്കിയിട്ടുണ്ട്, ആരെങ്കിലും ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കമന്റ് ഇട്ടിട്ടേ പോകുള്ളൂ. അതെ 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 അതെ, നല്ല ആൾക്കാരും ഉണ്ട്. അതെ. അല്ല, സാധാരണ ഈ ഇപ്പൊ നമ്മൾ ടിപ്പർ ആയിരുന്നാലും ബസ് ആയിരുന്നാലും ഒക്കെ അതിനൊരു പെർമിറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡ്, അംഗീകൃത സ്റ്റാൻഡുകളൊക്കെ വേണമെന്നാണ്. പക്ഷേ ഇതിന് ഓട്ടോറിക്ഷ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അത് അംഗീകൃതമായിട്ടുള്ളതാണോ അതോ അല്ലാതെ? കൂടുതലും അംഗീകാരമായിട്ടുള്ളതാണ്. അംഗീകൃതമായിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ക്ഷേമനിധി ബോർഡൊക്കെ ഇല്ലേ നിങ്ങൾക്ക്? ഉണ്ട്. അതിൽ ചേട്ടാ അങ്ങാണോ? ഉണ്ട്. അങ്ങാണോ? നേരത്തെ പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഇത് ഇനിയിപ്പോ 5 വർഷം ആവുമ്പോഴാണ് ടാക്സ് എടുക്കുമ്പോഴാണ് ഇതായിട്ട് വരണം. അല്ല, അങ്ങനെ അല്ലാതെ അത് നമ്മളിപ്പോ അല്ലാതെ ഈ നിങ്ങളുടെ ക്ഷേമനിധി ബോർഡ് ഇതിൽ ടാക്സ് അടയ്ക്കുമ്പോൾ കൂടെ എടുക്കുന്നതാണല്ലേ? ടാക്സ് എടുക്കുമ്പോൾ കൂടെ എടുക്കുന്നതാണ്. അത് ശരി, അത് ശരി. എത്ര മണിക്ക് എത്തും രാവിലെ സിറ്റിയില്? രാവിലെ എനിക്ക് സ്കൂളോട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ 8 മണിക്ക് 7:45 സ്കൂളോട്ടം തുടങ്ങും. മാസമായിട്ടാണ് പൈസ കിട്ടുന്നത് അല്ലേ? മാസം. അത് കഴിഞ്ഞ് ഇവിടെ വരും. പിന്നെ എപ്പോൾ തിരിച്ചു പോകും? ഞാനിപ്പോ താമസിക്കുന്ന ഇവിടെ സിറ്റി തന്നെയാണ്. അപ്പൊ അവിടെ തന്നെ സ്കൂളിൽ പോയിട്ട് അവിടെ തന്നെ പിന്നെ ഓട്ടം തുടങ്ങും. അത് ശരി, അത് ശരി. ഇതിപ്പോ CC ഉണ്ടോ ഈ വണ്ടിക്ക്? CC ഉണ്ട്. എത്ര രൂപ അടയ്ക്കണം EMI മാസം? 6,200. 6,200 രൂപ. ഇത് എത്ര രൂപ ഇപ്പൊ ഈ വണ്ടി വില? ഞാൻ എടുത്തപ്പോഴ് 2,60 എന്തായിരുന്നു. 2,60,000 രൂപ. ഇപ്പൊ 3 കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് പെട്രോൾ ഇപ്പൊ 35 വർഷം മുമ്പായിരിക്കുമ്പോൾ പെട്രോൾ വണ്ടി തുടങ്ങിയതാണല്ലോ. അപ്പൊ ആ പെട്രോൾ വണ്ടിയാണോ ഡീസൽ വണ്ടിയാണോ CNG ആണോ ഓടിക്കാനൊക്കെ സുഖം? ഓടിക്കാൻ പെട്രോൾ വണ്ടി തന്നെയാണ്. പഴയ പെട്രോൾ വണ്ടി ഓടിക്കാനാണ് സുഖം. ഡീസല് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴും 10-35, അതായത് KSTT രജിസ്ട്രേഷനിൽ ഒരു വണ്ടി ഇവിടെ കിടന്ന് ഇപ്പോഴും ഓടുന്നുണ്ട്. നല്ല കണ്ടീഷൻ. ഇടയ്ക്ക് കാണാറുണ്ട് ആ വണ്ടിയെ കുറിച്ച്. ഉണ്ട്. അപ്പൊ ഇത്രയും വർഷത്തിനിടെ ഇടയിലേ ഓട്ടത്തിനിടയിൽ ഈ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങളോ വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ചില യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞാല് അവര് ചിലപ്പോൾ നമുക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും മറന്നു വെച്ചാലും നമ്മൾ ഉടനെ അറിയാക്കി കൊണ്ട് കൊടുക്കും. അല്ല, ഞാൻ ചോദിച്ചാൽ ഓർമ്മയിലുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ അതൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായി 3 ആഴ്ചയായി ഒരു ഊബറിൽ ഓട്ടം പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴ് ബാഗ് വണ്ടിയിരുന്നു. ബാഗ് അതിൽ നോക്കിയപ്പോ അഡ്രസ്സോ വേറെ സാധനമൊന്നുമില്ല. നല്ല വാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജോഡി ഡ്രസ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഊബർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓട്ടം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിക്കാൻ വെക്കൂല. അവർക്ക് നമ്മളെ വേണേ വിളിക്കാം. അവർക്ക് വിളിക്കാം, നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റൂല. അപ്പൊ 2-3 ദിവസം ഇങ്ങനെ കൊണ്ടു നടന്നപ്പോ അവിടെ സ്റ്റാൻഡിൽ ഒരു പയ്യ ചോദിച്ച് അവനെ കാണിച്ച് പോകാൻ പറഞ്ഞ്, എടാ ഇത് കിംസിലെ സ്റ്റാഫിന്റെ ഡ്രസ്സാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ അടുത്ത ദിവസം ഞാൻ അവിടെ ഓട്ടം പോയപ്പോ അവിടെ സെക്യൂരിറ്റിയെ കൊണ്ട് ഏൽപ്പിച്ചു. എന്റെ നമ്പരും കൊടുത്ത് ഇത് വന്നു. വേറെ തിരിച്ചറിഞ്ഞോ? അവര് അവിടുത്തെ സ്റ്റാഫുകളാണെന്ന് അറിയാമല്ലോ. അവരെ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് കോൺടാക്ട് ഒന്നും ചെയ്തില്ല. ഈ ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് വരുന്നത് എന്താണ് ഇതിന്റെ ഒരു പിന്നെ അതിന്റെ പിറകിലുള്ള രഹസ്യം എന്താണ്? ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് ചെറുപ്പക്കാരൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യമാണ്. ചെറുപ്പക്കാര് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒരു റെക്കോർഡും ഇല്ലാതെ വണ്ടി കൊടുക്കും. അതായത് 15,000 രൂപ ആദ്യം ഡൗൺ പേയ്മെന്റ് 15,000 കൊടുക്കുന്ന പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷയുമായി മടങ്ങും എന്നുള്ളതാണ്. അവര് വണ്ടി എടുക്കുന്നവരെ സാറേ എന്ന് വിളിക്കും. അത് കഴിയുമ്പോ അവരെ സ്വഭാവം മാറും. അത് ശരി. അപ്പൊ 15,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് വണ്ടി കിട്ടും. അതുകൊണ്ടാണ് ഓട്ടോറിക്ഷക്കാർ അല്ല ഇത് കൂടുതൽ കൊച്ചു പയ്യന്മാരൊക്കെ എവിടെന്നെങ്കിലും 15,000 രൂപ ഉണ്ടാക്കിയാലേ 18,000 രൂപ വരുമ്പോഴ് വണ്ടി കിട്ടും. അവര് ചാളി അടിച്ച് കുറെ ദിവസം കഴിഞ്ഞപ്പോ വണ്ടി തിരിച്ച് അവിടെ തന്നെ കൊണ്ട് കൊടുക്കും. പിന്നെ ഈ ജോലി പെൻഷൻ പറ്റുന്നവരും ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൂടുതൽ ഇതാണ് ഓടുന്നത്. അതായത് ഇവിടെ പല അതായത് ടാപ്പിങ് നടത്തുന്നവര്
ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരും മറ്റ് പലരും ഈ സൈഡ് ഒരു ജോലി, ഒരു വരുമാനം എന്നുള്ള നിലയിൽ, അധിക വരുമാനം എന്നുള്ള നിലയിൽ ഈ വണ്ടി എടുക്കുന്നുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന പലരും അത് കഴിഞ്ഞിട്ട് ഇത് ഓടുന്നുണ്ട്. എല്ലാവരും ഇതുണ്ട്. ഇപ്പം ജീവിതം എന്തായാലും ഓട്ടോറിക്ഷ ഓടി സംതൃപ്തിയാണ്. വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും, അതായത് ഈ സിനിമാടന്മാരോ രാഷ്ട്രീയക്കാരോ അവരാരെങ്കിലും ഒക്കെ കയറിയിട്ടുണ്ടോ ഓട്ടോയിൽ? അങ്ങനെ ആരും ഒന്നും കേട്ടില്ല. ഇല്ല. ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച്, അതായത് നമ്മുടെ ഇവിടുത്തെ സർക്കാരിനെ കുറിച്ചോ അല്ലെങ്കിൽ സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നോ കമന്റ്. നോ കമന്റ്. പേടിച്ചിട്ടാണോ? പേടിയൊന്നുമല്ല. നമ്മളെന്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിൽ. അല്ല, ആവശ്യമില്ലാത്ത നമ്മളൊരു സാധാരണ പൗരൻ ഇവിടെ ജീവിക്കാൻ നമുക്കല്ലേ അവകാശമുള്ളത്? വേറെ ആർക്കാണ് അവകാശമുള്ളത്? അഭിപ്രായം പറയാനും വിമർശിക്കാനും. നമ്മൾ കൊടുക്കുന്ന ടാക്സ് അല്ലേ അത് നിങ്ങളെ പോലുള്ളവർ ചിന്തിക്കുന്നതാണ് ഇത്രയും പ്രശ്നം. കാരണം നമ്മളെ പോലുള്ളവരിൽ നിന്ന് നികുതികളായിട്ടും പിഴകളായിട്ടും പിടിച്ചു പറിക്കുന്നതാണ് ഇവിടെ ഉള്ള ഓരോ മറ്റുള്ളവരൊക്കെ ഭരിക്കുന്നവർക്കുള്ള ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് സഭ്യമായി പ്രതികരിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. ഏത് സർക്കാർ വന്നാലും ഇങ്ങനെ തന്നെ പോവാം. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനോട് വലിയ ഇതൊന്നുമില്ല. നമ്മൾ വണ്ടി ഓടിയ നമുക്ക് കാര്യം നടക്കും. അപ്പൊ ചേട്ടന് ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് വോട്ടിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആർക്കാ വോട്ടിടുന്നത്? ഇടതിനാണോ വലതിനാണോ? ഇപ്പൊ ആർക്കും വോട്ടിടാൻ പോകില്ല. വോട്ടിടാനേ പോകില്ല. രാഷ്ട്രീയ സാഹചര്യമൊക്കെ അറിയാലോ, കേരളത്തിന്റെ ഒരവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പൊ അത് മുമ്പും നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ ഓടിച്ച് 10-35 വർഷമായിട്ട് ഇതേ ഫീൽഡിലുള്ള ആളാണ്, ഇവിടെ ജീവിക്കുന്ന ആളാണ്. അപ്പൊ അന്നത്തെ ഒരു ഭരണമായിട്ട്, കാരണം ഇ കെ നായനാർ, ഉമ്മൻചാണ്ടി, VS അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴത്തെ ഭരണത്തിൽ? അതിൽ ആരെയും താരതമ്യം ചെയ്യാൻ നമ്മളില്ല. എന്തോ താരതമ്യം ചെയ്യാൻ നമ്മളില്ലെന്ന്. താരതമ്യം ചെയ്യാനില്ല, ഒന്നിനും പ്രതികരിക്കാനും ഇല്ല. നമുക്ക് നമ്മുടെ വഴി അങ്ങ് പോണം, അത്രേ ഉള്ളൂ. ശരി പറഞ്ഞ് നമ്മളെ സഹായിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അവിടെ പറ്റി കിടക്കുവോ സുഖമില്ലാതെ കിടക്കുവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ല, അത് വേറെ. അത് നമ്മളിപ്പോ നമ്മുടെ സഹജീവികളെ നമ്മൾ സഹായിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ. അത് വേറൊരു രീതി അല്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ശരി കേട്ടാ, നന്ദി. ഓക്കെ.